മമ്മൂട്ടിക്ക് വേണ്ടി ജോഷി മോഹൻലാൽ സിനിമ ഇല്ലാതാക്കിയൊരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അവസരം മറ്റൊരാൾക്ക് കൊടുത്താൽ അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടാൽ മുൻപ് ഉണ്ടായിരുന്ന ആൾക്ക് പുറകോട്ട് സഞ്ചരിക്കേണ്ടി വന്നേക്കാം. ഇങ്ങനൊരു പ്രയോഗങ്ങൾ നമ്മുടെ ഇവിടെയുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഉദാഹരണമായിട്ട് ഞാൻ ബ്ലസ്സിയെക്കുറിച്ചൊരു കാര്യം പറയാം. ബ്ലസ്സി നല്ലൊരു ചെറുപ്പക്കാരനാണ്. സിനിമ സംവിധാനം ചെയ്യുന്നൊരു ആഗ്രഹമുണ്ടായി. കാഴ്ചയ്ക്ക് വേണ്ടി ആദ്യത്തെ സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ പല വമ്പന്മാരെയും സമീപിച്ചു. ഇടത്തരക്കാർ ആരും സമ്മതിക്കില്ല, സമയമില്ല. എന്നാൽ കുറേ പ്രശസ്ത സംവിധായകരോടൊപ്പം സംവിധാന സഹായിയായി പ്രവർത്തിച്ച് ആത്മവിശ്വാസത്തോടെ സിനിമ ചെയ്യാൻ ഇറങ്ങി ചെറുപ്പക്കാരനാണ് ബ്ലസ്സി എന്ന് ആലോചിക്കണം. മമ്മൂട്ടി ഡേറ്റും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരക്കഥ ശരിയായിട്ടില്ല. ഇതിങ്ങനെ നീണ്ടു പോവുക. അപ്പോൾ മമ്മൂട്ടി ചോദിച്ചു, എന്താ ബ്ലസ്സി തുടങ്ങണ്ടേ? കഥ ശരിയായിട്ടില്ല, ഒരു ഐഡിയ ഉണ്ട്, ഒരു കഥ ആരുടെ? എൻ്റെ മനസ്സിലൊരു കഥയുണ്ട്, ബാക്കി ആരും എഴുതുന്നില്ല, കഥ കേൾക്കട്ടെ എന്ന് പറയുന്നു. ബ്ലസ്സി കഥയുടെ ഒരു ഏകദേശ കാര്യങ്ങൾ പറയുന്നു. മമ്മൂട്ടി അത് വിഷ്വലൈസ് ചെയ്യാണിത്. ഇത് താൻ തന്നെ എഴുതിയാൽ മതി, ഇതിന് വേറെ ആള്, അയ്യോ എനിക്ക് എഴുതി പഠിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല എന്ന്. അതായത് ബ്ലസ്സി ഭയന്ന് ഓടുകയാണ്, ഇത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്. അവസാനം ബ്ലസ്സിയെ കൊണ്ട് തന്നെ എഴുതിക്കുന്നു. പടം ഹിറ്റാവുന്നു. ഇത്രയും സിനിമകൾ പിന്നീട് ബ്ലസ്സിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ബ്ലസ്സി മാത്രം എഴുതുന്നു. ഒരു പുതിയ തിരക്കഥാകൃത്തിന് കിട്ടിയോ? ഇതിന് അവസരമുണ്ടാക്കിയാരാണ് മറ്റുള്ളവർ എന്ന പോലെ തന്നെ ഇവിടെ ഒരു സംഭവമാണത്. മമ്മൂട്ടി ജോഷി ടീം ആ രാത്രി മുതൽ മമ്മൂട്ടി ജോഷിയും ഒരുമിച്ച് വർക്ക് ചെയ്ത് തുടങ്ങിയതാണെന്ന് ആലോചിക്കണം. ആ രാത്രിയുടെ തിരക്കഥാകൃത്ത് കരു ഡെന്നീസ് ആയിരുന്നെങ്കിൽ പിന്നീട് ഡെന്നീസ് ജോസും കൂടി കടന്നു വന്നു. കുറേ നല്ല സിനിമകൾ ചെയ്തു. നല്ല സിനിമകൾ ചെയ്തെങ്കിലും ഇന്നത്തെ പോലെയല്ല. അന്ന് ആഴ്ചയിൽ 2, 3, 4 ഒരാളുടെ പടം റിലീസ് ചെയ്യും. അതായത് 1000 കണ്ണുകൾ അങ്ങനെ തുടങ്ങിയ കുറേ സിനിമകളുണ്ടല്ലോ. അങ്ങനെ ആ സിനിമകളൊക്കെ സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ട് മമ്മൂട്ടിയും ജോഷിയും ഒക്കെ ഔട്ടാകാൻ പോകുന്നു എന്നുള്ള പ്രചരണം വന്നിരിക്കുന്നു. അവരുടെ സിനിമകൾ ഓടാത്ത അവസ്ഥ വന്നിരിക്കുന്നു. മമ്മൂട്ടിക്ക് കൊടുത്ത അഡ്വാൻസുകൾ ചിലർ തിരിച്ചു ചോദിക്കുന്നു, ചിലർ ചോദിക്കുന്നില്ല. ഇനി അയാൾ വേണ്ട എന്ന് പറയുന്നു. മമ്മൂട്ടി ആകെ ധർമ്മസങ്കടത്തിലാവുന്നു. അതായത് ഞാൻ ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ മമ്മൂട്ടി എനിക്കറിയാം. ഞങ്ങൾ തമ്മിൽ അന്ന് ഒരു നല്ല ബന്ധമുണ്ടായിരുന്നു. വേറെ ബന്ധമൊന്നുമല്ല കേട്ടോ, ഒരു മാധ്യമപ്രവർത്തകൻ, ഒരു നടൻ എന്നൊരു ബന്ധം, ഇത്തിരി താല്പര്യം അയാളുണ്ടായിരുന്നു മാത്രം. ആരും തകരാൻ പാടില്ല. അപ്പോൾ ഈ തകർന്നു പോകുന്നൊരു ഘട്ടത്തിൽ ഓരോരുത്തർക്കും ഓരോ നിലനിൽപ്പുണ്ട്. ജോഷിയെ സംബന്ധിച്ച് ജോഷി നല്ല ടെക്നീഷ്യനാണ്. അപ്പോൾ ജോഷിയോട് വേറെ പറയുന്നു, നിങ്ങളൊന്ന് മാറ്റിപ്പിടിക്കുക. മമ്മൂട്ടിക്ക് പകരം അന്ന് മോഹൻലാൽ കയറി വരുന്ന സമയമാണ്. മോഹൻലാലിന് വെച്ച് സിനിമ ചെയ്യാൻ ജോഷി തീരുമാനിക്കുന്നു. എസ് എൻ സ്വാമി എഴുത്തുകാരനാകുന്നു. നമ്മുടെ ആദ്യത്തെ നവോദയ അപ്പച്ചൻ വേറൊരപ്പച്ചൻ സിനിമ നിർമ്മാതാവാകുന്നു. ഇതിൻ്റെ എല്ലാം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നു. പൂജയെക്കുറിച്ച് ആലോചിക്കുന്നു. ഇതിനിടയിലാണ് കുറേ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. മമ്മൂട്ടി ഒരു ദിവസം വിളിക്കുന്നു, ആ പ്രോജക്റ്റ് നടന്നാൽ ഞാൻ ഔട്ടാവും, പിന്നെ ജോഷി ടീമിലേക്ക് കയറാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മമ്മൂട്ടിയെ പോലൊരാൾ ഔട്ടാകാൻ പാടില്ല. മോഹൻലാലിനെ സംബന്ധിച്ച് വേറെ പടം കിട്ടാമെന്ന്, ജോഷിയെ സംബന്ധിച്ചും വേറെ പടം കിട്ടും. പക്ഷേ ആ ടീം പിളരാൻ പാടില്ല. അപ്പോൾ എനിക്ക് കുറച്ചും കൂടിയും നമ്മൾ ചില സ്വാതന്ത്ര്യമുണ്ട് ചില ആൾക്കാരിലേക്ക്. ഞാൻ സ്വാമിയോട് പറയുന്നു, സ്വാമി ഇതെങ്ങനെ നടക്കാതിരിക്കാം എന്ന് സ്വാമി പറയൂ. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? നടക്കാതിരിക്കേ. അഡ്വാൻസും മേടിച്ചു, തിരക്കഥ എഴുതി, ജോഷി സംവിധാനം, പടത്തിലെല്ലാം തരുമെന്നില്ലേ? നീ എന്ത് ചതിനാളാ? ഞാനെന്ത് ചതി കാണിച്ചു? ഞാനൊരു സംശയം ചോദിച്ചില്ലല്ലോ. സ്വാമി, മമ്മൂട്ടിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്.
അത് അദ്ദേഹത്തിന് ആരോടെ നേരിട്ട് പറയാൻ പറ്റുക? ഇപ്പോൾ തൽക്കാലം എന്നോട്, ഞാൻ മുഖാന്തരം തന്നോട്, ഇത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നേരിട്ട് മമ്മൂട്ടിക്ക് മോഹൻലാലിനെ ആക്രമിക്കാൻ പറ്റൂ, ജോഷി ആക്രമം, അത് ശരിയല്ല, രീതിയല്ലല്ലോ. അതിപ്പോൾ അതെങ്ങനെയാണ് ശരിയാവുക? ഞാൻ വഴിയൊക്കെ ഉണ്ട്, വഴി ഞാൻ പറഞ്ഞുതരാം. സ്വാമി സ്ക്രിപ്റ്റ് മോശമാ, സ്ക്രിപ്റ്റ് പൂർത്തിയായിട്ടില്ല, മോശമാകാതിരുന്നാൽ തൽക്കാലം പൂജയൊക്കെ നമുക്ക് മാറ്റി വെച്ചുകൂടെ, ഷൂട്ടിംഗ് മാറ്റി വെച്ചുകൂടെ? എടാ ദുഷ്ട, അത് എന്നെ വലിയതാകത്തില്ലല്ലേ, എൻ്റെ തിരക്കഥ മോശമാണെന്ന് ഞാൻ തന്നെ പറയാം. സ്വാമി വേറെ വഴിയില്ല. കാരണം ജോഷിയോട് പോയി നേരിട്ട് പറഞ്ഞു, ജോഷിട്ടായി പടന്ന് മാറ്റിക്കും പറഞ്ഞാൽ നീ പോയി ഇതിൽ തൊഴിലാക്കാ എന്ന് പറയില്ലേ. അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ജോഷിയിലേക്ക് എത്തിയത്. പക്ഷേ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു, നിനക്ക് ഈ കുരുട്ട് ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ, നീ ശരിക്കൊരു ചതിയനല്ലേ. ഞാനെന്ത് ചതി? ഇതുകൊണ്ട് എനിക്ക് എന്ത് ഗുണം? നിങ്ങൾ കാശ് മേടിക്കുന്നു, നിങ്ങൾ പടം ചെയ്യുന്നു, ഞാൻ ആരെ കയ്യിൽ നിന്ന് എന്തിനും മേടിച്ചില്ല. പക്ഷെ മമ്മൂട്ടി നിങ്ങളുള്ളൊരു ടീം പിളരുന്നത്, ഇല്ലാതാകുന്നത് സങ്കല്പിക്കാൻ പറ്റില്ല. മമ്മൂട്ടി അന്ന് പറഞ്ഞത്രേ ഉള്ളൂ, മോഹൻലാൽ അഭിനയിക്കുന്നതുകൊണ്ടല്ല. മോഹൻലാൽ ആ ടീം മമ്മൂട്ടി അന്ന് ജോഷിയുടെ ആ പടത്തിൽ ആദ്യമായിട്ട് പ്രവേശനം ആലോചിക്കണം. ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ സർവാധിപതി മോഹൻലാലാവും. ജോഷി എന്നെക്കുറിച്ച് ചിന്തിക്കില്ല. ശരിയായിരുന്നു. അപ്പം ഞങ്ങൾ സാധാരണ ഇത് ഫ്ലാഷ് ചെയ്യുക, അന്ന് നാനാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊടികുത്തി വാഴുന്ന സമയമാണെന്ന് ആലോചിക്കണം. ഞാനത് എൻ്റെ മേഡം, എൻ്റെ എം ഡിയോട് പറഞ്ഞു, കുമാരിയമ്മ ഇങ്ങനൊരു സംഭവമുണ്ട്, ആ പടം നടക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല. നടക്കില്ല, നമുക്ക് കത്ത് വന്നിട്ടില്ലേ, പൂജ എന്നെ നടക്കാൻ പോകുന്നു ചിലത്. അതേ, പടം നടക്കില്ല, അത് ഫ്ലാഷ് ചെയ്യട്ടെ എന്ന് ഇരിക്കുകയാണത്. അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ ഫ്ലാഷ് ചെയ്തോളൂ. ഫ്ലാഷ് ചെയ്തു. ജോഷി മോഹൻലാൽ പടം നടക്കില്ല. അത് കഴിഞ്ഞ് പൂജയുടെ കാര്യം ആലോചിക്കുന്നു, ആ പടം നടക്കില്ല എന്നുള്ളതിലെത്തുകയാണത്. കാരണം എസ്.എൻ. സ്വാമിയുടെ സ്ക്രിപ്റ്റ് മോശമാണ്, അത് മാറ്റി എഴുതണം, അതിന് കുറച്ച് സമയമെടുക്കും. അപ്പം അതുകൊണ്ട് ഷൂട്ടിംഗ് ഡേറ്റ് മാറ്റി വയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രോജക്റ്റ് അന്ന് നമ്മൾ തകിടം മറിച്ചു എന്നുള്ള കാര്യമാണിത്. ഇത് വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അന്ന് ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല എന്ന് പറയാം. അതേസമയം ഒന്നും കൂടി ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ് എന്ന് പറയാം. അത് രണ്ട് രീതിയിലാണത്. ആ പടം മാറിയതുകൊണ്ട് മോഹൻലാൽ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. മോഹൻലാൽ പിന്നീട് ജോഷിയുടെ പടത്തിലും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ മോഹൻലാൽ ഒരു ജോഷി ടീമിൻ്റെ ആളുമല്ല എന്ന് ആലോചിക്കണം. ഇപ്പം പ്രിയൻ്റെ പടം എടുക്കുക നോക്കുക, പ്രിയൻ്റെ മിക്ക പടങ്ങളിലും മോഹൻലാലുണ്ട്. മമ്മൂട്ടി നല്ല നടനാണ്, പ്രിയനായിട്ട് നല്ല അടുപ്പമുണ്ട്. ഒന്നോ രണ്ട് പടങ്ങളിലല്ലേ മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരു ദോഷമുണ്ടായിട്ടില്ല. പക്ഷേ അവസാനം പേര് ദോഷം വന്ന് എനിക്കും. ഞാൻ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാലിനെ ചതിച്ചു എന്നുള്ളൊരു പേര്. കാരണം വടക്കൻ പാട്ടുകളിൽ ചതിയൻ ചന്തു എന്ന പേര് പോലെ തന്നെ എനിക്കും ഒരു പേരങ്ങനെ വീണു എന്ന് ആലോചിക്കണം. ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ ചെയ്ത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല എന്നാണ് എനിക്ക് പറയേണ്ടി വരിക. കാരണം അന്ന് നമ്മൾ സ്നേഹബന്ധത്തിൻ്റെ പേരിൽ അങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. സത്യത്തിൽ എന്നെ പോലൊരു മാധ്യമ പ്രവർത്തകൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ, ഇതിൻ്റെ പേരിൽ ഒരു കപ്പ് ചായ പോലും ഞാൻ കുടിച്ചിട്ടില്ല.